ലൈക്ക് ഷെയർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇതെന്തായിരിക്കും? ഇതിന്റെ പേരാണ് കർക്കിടക കൂട്. അപ്പോൾ ഈ സാധനം നല്ല നല്ല ആരോഗ്യത്തിനുള്ളതാണ്, നല്ല എനർജി തരും. ഇത് എല്ലാ കടകളിലും കിട്ടും. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഉണ്ടാക്കുന്നതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ പ്ലീസ് ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ തീരുന്ന മുമ്പേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. താങ്ക് യു. ഇതുപോലെ പാക്കറ്റുകളായി വാങ്ങാൻ കിട്ടുന്ന കർക്കിടക കൂട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ തയ്യാറാക്കുന്ന കർക്കിടക കൂട്ടിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് ഇതിന് വേണ്ടത് നമുക്ക് ചെറുപയറും ഞവര അരിയുമാണ്. ഈ കാണുന്നതാണ് ചെറുപയറും ഞവര അരിയും. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവ, ചെറുജീരകം, അതുപോലെ ആശാളി എന്ന് പറയുന്ന ഒരു ഔഷധക്കൂട്ടാണ്. അതിനുശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള നെയ്യ് വേണം. നമ്മുടെ ആവശ്യമനുസരിച്ച് നെയ്യ് ചേർക്കുക. പിന്നീട് നമുക്ക് പ്രത്യേകം ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ഔഷധ ചൂർണ്ണമുണ്ട്. ആ ചൂർണ്ണം നമുക്കിതിനാവശ്യമാണ്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ഇത് കഞ്ഞിക്കൂട്ട് തയ്യാറാക്കി കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണം. അതിനോടനുബന്ധിച്ച് നമുക്ക് തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ നമ്മുടെ മധുരം ആവശ്യമനുസരിച്ച് നമുക്ക് കരിപ്പെട്ടിയോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതോ ചേർക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ കാണിക്കുന്നത് ശർക്കര പാനിയാക്കിയതാണ്. അതുപോലെ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് ഈ ഒരു രൂപത്തിലാണ്. ഇതുപോലെ എല്ലാം പാക്കറ്റുകളാക്കി മിക്സാക്കിയാണ്. ഈ ചോറിന് നമുക്ക് ഏറ്റവും അവസാനമാണ് ചേർക്കേണ്ടത്. ഇത് ബാക്കിയെല്ലാം നമ്മൾ കുക്കറിൽ വേവിച്ച് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിച്ച് ശർക്കരപ്പാനിയും തേങ്ങാപ്പാലിനകത്ത് വേവിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ചോറിന് അവസാനം ഇട്ട് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കുന്ന വളരെ ഒരു ഔഷധക്കൂട്ടാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ഞവരരിയും ചെറുപയറും ഉൾപ്പെടെയുള്ള എല്ലാ ചേരുവകളും തേങ്ങാപ്പാലിനകത്തേക്ക് ചേർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുക്കറിനകത്താണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാം ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അന്ന് അരിച്ചെടുക്കുന്ന ഏറ്റവും ഉത്തമമായിരിക്കും. നമ്മൾ അല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് പിന്നീട് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർക്കണം. ശർക്കരപ്പാനിയാണ്. നമുക്ക് ഈ കഞ്ഞി റെഡിയാകുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ഔഷധമുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, സപ്പോർട്ട് മീ. താങ്ക് യു.